ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങണം. ഇതൊക്കെ ചൂടപ്പം പോലെ നോക്കും. നീ വന്ന് നന്നായി. സ്റ്റോക്കൊക്കെ തീർന്നാണോ അല്ലേ? റിട്ടേണോ? ഇതെന്താണ് ഒന്നും പോയില്ല, കൊണ്ടുവച്ച പോലെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ബോർമ റെഡി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒന്നും മേടിക്കുന്നില്ല. നീ എല്ലാവർക്കും പേടിയ വയറ് കേടാവുന്നു. കാശ് കൊടുത്ത ആരെങ്കിലും വയറ് കേടാക്കാൻ തയ്യാറാവൂ? ചേട്ടാ, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഫുഡിന്റെ റിസൾട്ടും വന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ പരാതി കൊടുത്തവര് പിൻവലിക്കുകയും ചെയ്തു. ആണോ? അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മേടിച്ചെന്നിരിക്കും. ഞാനും പ്രസ് ചെയ്യാന്നേ. അപ്പൊ ഇത് കൊണ്ടുപോകണമല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടി ചിലവാവില്ല. നീ വാരാഴ്ചൊന്നോ അപ്പം മാത്രമേ ഉള്ള കച്ചവടക്കാരനോട് ഇവിടെ എന്ന് വന്നാലും കുറ്റം അവനെ ഇവിടെ നിന്ന് മുടിഞ്ഞോളൂ. ചീത്തപ്പേരായ സ്ഥിതിക്ക് പ്രൊഡക്റ്റിന്റെ പേര് മാറ്റി. ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ അതേ ഒരു നിവർത്തിയുള്ളൂ. ആ തമ്പി കുളവാക്കിയുടെ കാശേ ആ മാർക്കറ്റ് പിടിച്ചിട്ട് പൊട്ടിച്ചാലാ. വീഡിയോ അല്ല എന്ത് കുത്തിരിപ്പുണ്ടാക്കില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായോ? വേദന എടുത്തോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ പിടിച്ചേ. ലാസ്റ്റ് നീ തന്നെ എന്നെ തല്ലി. ഞാൻ തല്ലിലായിരുന്നെങ്കിലേ അമ്മ പഞ്ഞി കിട്ടാനെ ചെറുവിടങ്ങ് കളഞ്ഞത്. എടാ രാജേഷ, ഇത് കളയണ? ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പൊ എപ്പോ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോ ഇവന്റെ പന്നി എങ്ങനെ നിന്നോളും. എന്നാലും ഇത് കളയണ്ട. കളയ ചേച്ചി. ഓടിയതോ അവളൊരു മദ്യവിരോധം. പരാതിക്കാർ വന്നേക്കണം. എന്താണ് വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ, ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. ലാഷ ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക്? എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണോ അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരു ഉടായ്പുണ്ടല്ലോ. നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. അനന്താ എന്താ പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. നിനക്കും ബാധകമാണത്. ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ എന്നല്ല നീ പറയണത്. ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. ഓടരുത്, ഓടാൻ വയ്യ.